ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതവും ധന്യവുമായിരിക്കുന്ന ഒരു ദിവസം കൂടെ ദൈവകൃപയാൽ ഭൂമിയുടെ മുഖത്ത് നമുക്ക് ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും അതോർത്ത് പ്രാർത്ഥിക്കുവാനും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമ്പോൾ കർത്താവ് തരുന്ന ദൂതിനെ ഗൗരവത്തോടെ മനസ്സിൽ പേറുവാനും കൃപ ലഭിച്ച ഈ വാട്സാപ്പ് മെസ്സേജിന് വേണ്ടി അനുദിനവും ആർത്തിയോടെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം. നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് 1000 നന്ദിയും സ്തോത്രം ഞാൻ അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞൊരു വർഷം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ വർഷമാണ്. പല കാരണങ്ങൾ കൊണ്ട് ആശങ്കകൾ പെരുകി. എങ്കിലും ദൈവവചനം പ്രസംഗിപ്പാൻ ദൈവമായ കർത്താവ് അവസരം തന്നു. നിങ്ങളിൽ പലരെയും അടുത്തറിയാൻ, മുഖതാവിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിപ്പാൻ നിങ്ങളുടെ വാക്കിൽ നിന്നും ഈ ചെറിയ മീഡിയയിലൂടെയുള്ള പ്രതികരണം കൊണ്ടും സ്നേഹിക്കുന്ന ദൈവത്തെ, ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ ശുശ്രൂഷയെ, ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സഹോദരന്മാരായി തരാൻ ദൈവമായ കർത്താവ് അവസരം തന്നൊരു വർഷമാണ് എന്നെ സംബന്ധിച്ച് 2020. ആ വർഷം പര്യവസാന വേളയിലേക്ക് വന്നിരിക്കുന്നു. തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്നു. ഒരു നവസംവത്സരത്തെ സ്വീകരിപ്പാൻ നമ്മൾ മനസ്സോടെ ഒരുങ്ങുകയാണ്. പ്രതീക്ഷ കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ നമുക്ക് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കപ്പെടാം. ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ സ്തോത്രം പ്രതീക്ഷിക്കുന്ന, വളരെ പ്രത്യാശിക്കുന്ന ഒരു അനുഗ്രഹീത വർഷം ദൈവം നമുക്ക് തരാതിരിക്കില്ല. അതിനുവേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. അപ്പോൾ തന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നാളുകൾ കർത്താവിൻ്റെ കൃപയാൽ ഓരോ ദിവസവും ഭാഗികമായോ പൂർണ്ണമായോ തിരക്കായി ഓടുന്നതിനിടയിൽ ദൈവമുഖം അന്വേഷിക്കാനും പ്രാർത്ഥിക്കാനും ഈ വചനം ഒന്നിലധികം പ്രാവശ്യം കേൾക്കാനും അത് ഡയറിയിൽ എഴുതി വയ്ക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും എല്ലാം ദൈവം ഒരുക്കി തന്ന അസുലഭ സുന്ദര ദിവസങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഉറപ്പുള്ളൊരു വാക്യമാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും, ഉയരത്തിലെ ഉദയം സന്ദർശിക്കും. ദൈവീക സന്ദർശനത്തിൽ മാനവകുലത്തിന് വരുന്ന അപാരമായിരിക്കുന്ന മാറ്റം ആരെയൊക്കെ ദൈവം സന്ദർശിച്ചിട്ടുണ്ടോ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതെ സമൂഹം തള്ളിക്കളഞ്ഞ മതങ്ങളൊരു സൈഡിലേക്ക് മാറ്റിയിട്ട കൊളക്കരയിൽ കൊണ്ടിട്ടവരെ പോലും എൻ്റെ കർത്താവ് സന്ദർശിച്ച് അഭിമാന പുരുഷരായി മറ്റുള്ളവരുടെ നടുവിൽ സ്തോത്രം ഭാരങ്ങൾ ചുമന്നിരുന്നവരെ സ്വർഗത്തിലെ ദൈവം ഭാരമില്ലാത്തവരാക്കി നടത്തിയ ആ മഹാദൈവത്തിൻ്റെ സന്ദർശനം, ആ കാര്യപരിപാടി ദൈവം ഇന്നും അവസാനിപ്പിച്ചിട്ടില്ലെന്നും കാത്തിരിക്കുന്ന ജനത്തെ സന്ദർശിച്ച് കരുണയോടുകൂടി അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ കൊടുത്ത് അവരെ ജയോത്സവമായി നടത്താൻ ഇന്നും ഈ അത്യാധുനിക യുഗത്തിലും പ്രതിസന്ധികളുടെ നടുവിലും ദൈവം വിശ്വസ്തനാണെന്നുള്ള വിവരം ദൈവം നമ്മളോട് കഴിഞ്ഞ 10-20 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 20ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു, ഈ ദിവസങ്ങളിലൊന്നിൽ ദൈവം സന്ദർശിക്കാതിരിക്കില്ല. 2020 അവസാനത്തെ ദിവസങ്ങളിൽ 21 ഉപവാസ പ്രാർത്ഥന ഡിസംബർ 31 തീയതിക്കുള്ളിൽ തമ്പുരാൻ സന്ദർശിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിരാശപ്പെടേണ്ട. പലരെയും ദൈവം തൊട്ടിട്ടുണ്ട്, പലർക്കു വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ല, ഇച്ചിരി താമസിച്ചാലും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് 2021 കാലുവെക്ക്. ദൈവം നമ്മളെ അടുത്ത നാളുകളിൽ സന്ദർശിക്കാതിരിക്കില്ല. അവർ സന്ദർശിച്ചവരെ എല്ലാം മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികളെ മാറ്റി, സാന്ദർഭികമായിരിക്കുന്ന അന്തരീക്ഷങ്ങളെ മാറ്റി, സൗകര്യങ്ങളെ മാറ്റി ദൈവമായ കർത്താവിൻ്റെ കൃപ തന്ന് അനുഗ്രഹിപ്പാൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. സങ്കീർത്തനം 65 9-ാം വാക്യം, 65-ാം സങ്കീർത്തനം 9-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ദൈവത്തിൻ്റെ കാര്യഗൗരവത്തെ ഊട്ടി ഉറപ്പിക്കുന്ന സുന്ദരമായ വിശാല ആഴങ്ങൾ മറഞ്ഞു കിടക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്നൊരു പാസേജ് 65-ാം സങ്കീർത്തനത്തിന് 9-ാം വാക്യം. ഭൂമി മനുഷ്യന് പാർക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സുന്ദര ഗോളമാണ്. ഭൂമി പോലെ പ്രകൃതിരമണീയം, പച്ചപ്പട്ട് വിരിച്ച് കുന്നും മലകളും താഴ്വരകളും അരുവികളും നദികളും കടലും സമുദ്രവും എല്ലാമായി പ്രകൃതി രമണീയമായി ഇത്ര സുന്ദരമായ, ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കത്തക്ക രീതിയിൽ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായി മനുഷ്യന് കൊടുത്തു. ദൈവം എന്തെങ്കിലും മനുഷ്യന് തരുവാണെങ്കിൽ അത് അലങ്കരിച്ച് അലങ്കൃതമായിട്ടേ തരത്തുള്ളൂ. ഞാനത് ചിന്തിക്കാറുണ്ട്.
സ്തോത്രം. എല്ലാം ഈ ലോകത്തിൽ മാന്യമായി ജീവിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെത്തിക്കുന്നു. ഞാൻ സയൻസുപരമായിട്ടൊക്കെ പറയാൻ എനിക്ക് അത്ര അറിയില്ല, എങ്കിലും എൻ്റെ അറിവ് വെച്ച് പറഞ്ഞാൽ മറ്റിതര ഗ്രഹത്തിലൊന്നും ഇല്ലാത്ത ഒരു താളം, ഒരു സിസ്റ്റമാറ്റിക്കായിരിക്കുന്ന റലം, ഇതെല്ലാം ദൈവം ഭൂമിക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പാർക്കാൻ വേണ്ടി ദൈവം കൊടുത്ത പാർപ്പിടമാണ് ഭൂമി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു നിർവാഹമില്ലാതെ നിങ്ങൾ കാത്തിരിക്കുകയാണോ? നിങ്ങൾ വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. അടുത്ത ആണ്ടിൽ ദൈവം നിങ്ങൾക്കൊരു ഭവനം തരട്ടെ. ദൈവമാണ് തരുന്നതെങ്കിൽ സ്തോത്രം, അതിനൊരു പൂർണ്ണത കാണും. വേറെ എങ്ങൊന്നും ഒന്നും കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരികയല്ല. മുറ്റത്തെ കിണറിനകത്ത് വെള്ളം പോലും ദൈവം നിറച്ചു തരും. അത് അടുത്ത വീട്ടിൽ നിന്നോ ആറ്റിൽ നിന്ന് അടിച്ചു കയറ്റി ശുദ്ധീകരിച്ച് പൈപ്പിലൂടെ വീട്ടിൽ തരേണ്ട ഗതികേട് പോലും വരികയല്ല. ദൈവമാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകിത്തരും. സൂര്യപ്രകാശമുള്ള, നല്ല ഓക്സിജൻ സ്തോത്രം പാസേജുള്ള, ഭൂമിക്കടിയിലൂടെ ഉറവയുള്ള, എല്ലാം കരുതി വെച്ചിരിക്കുന്ന മഹാദൈവം. ആ ദൈവത്തിൻ്റെ അപാര സൃഷ്ടി, ആ ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠം, എത്ര ഭയങ്കരം! അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂമി ചമയിച്ചൊരുക്കി, അണിയിച്ചൊരുക്കി. നമ്മൾ പാടാറില്ലേ പണ്ടെങ്ങാണ്ടും, അഖിലാണ്ട മണ്ഡലം ചമയിച്ചൊരുക്കി. സ്തോത്രം. അങ്ങനെ ദൈവമായ കർത്താവ് ഇതിനെല്ലാം ചമയിച്ചൊരുക്കി ഈ പ്രപഞ്ചത്തിലൊരു ഗോളമായിരിക്കുന്ന ഭൂമിയെ ഇത്ര സുന്ദരമായി ആനുപാതികമായ നിലവാരത്തിൽ ചൂടും വെയിലും ഒക്കെ ദൈവം അതിന് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് മനുഷ്യന് കൊടുത്തു. എന്നിട്ട് ദൈവമായ കർത്താവ് എല്ലാം തന്നിട്ടുണ്ട്, ഇനി നീയായി നിൻ്റെ പാടായി എന്നും പറഞ്ഞ് കൈവിടുകയല്ല ചെയ്തത്. ആ ദൈവം വീണ്ടും മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഭൂമിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വാക്യമാണ് 65-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതിൽ നിന്നൊരു ദൂത് 20-ാം ദിവസത്തെ ഉപവാസത്തിലിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥനയോടെ ഈ വർഷാവസാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പശ്ചാത്തലം പ്ലാറ്റ്ഫോമാക്കി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഏകാഗ്രത, സന്നിധിബോധം എല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരുപക്ഷെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ പല രാജ്യങ്ങളിലും നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴോ വരുമ്പോഴൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. പ്ലീസ്, അങ്ങനെ നിങ്ങളുടെ സന്തോഷം കൊണ്ടും കേൾക്കാനുള്ള ധൃതി കൊണ്ടും ഡ്രൈവിങ്ങിൽ കേൾക്കുന്നത് നല്ലതാണ്. വീട്ടിൽ വന്ന് ശാന്തമായി മൈൻഡ് ഫ്രീ ആകുമ്പോൾ ഒന്നോടെ കേൾക്കണേ. ഇതെൻ്റെ അപേക്ഷയാണ്. നിങ്ങളോട് ദൈവം സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് വളരെ ബിസി ഷെഡ്യൂൾ ഞാൻ ഓടുമ്പോഴും ഓരോ ദിവസവും പ്രസംഗം വെറുതെ കിട്ടില്ല, ദൂത് വെറുതെ കിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതിനുവേണ്ടി തിരക്കിനിടയിലും നിങ്ങളെ സ്നേഹിച്ച് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ലാഘവത്തോടെ കാണരുതേ എന്നോർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എല്ലാം അണിയിച്ചൊരുക്കി കൊടുത്തിട്ടും ദൈവം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഏതെങ്കിലും അസംതൃപ്തി ഉണ്ടോ എന്നറിയാൻ ദൈവം മനുഷ്യന് കൊടുത്ത ഭൂമിയിലേക്ക് ദൈവം ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം അയക്കും. അങ്ങനെയല്ലേ പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ ഭൂമിയെ സന്ദർശിക്കുന്നു, അല്ലേ? സന്ദർശിച്ച് നനയ്ക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ സന്ദർശനം നടക്കുമ്പോൾ, ദൈവമായ കർത്താവിൻ്റെ സന്ദർശനത്തിൽ ഒരു സ്പ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ചാറൽ മഴ പോലെ അത്ര സുന്ദരമാണ് ദൈവിക സന്ദർശനം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെ ദൈവം സന്ദർശിച്ചാൽ അതിൻ്റെ വരൾച്ച മാറും. സ്തോത്രം. എന്തിനാണ് അന്ന് നനയ്ക്കുന്നത്? കണ്ടില്ലേ? സ്തോത്രം. നമ്മൾ സാധാരണയൊക്കെ നല്ല പുൽത്തകടിയിൽ ആർട്ടിഫിഷ്യലായിട്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ കാണാം, നട്ടുച്ചയ്ക്ക് പോലും കത്തിക്കാളുന്ന 50-52 ഡിഗ്രി സെൽഷ്യസ് ചൂട് കത്തി നിൽക്കുമ്പോഴും സ്തോത്രം വഴിയോരത്തെല്ലാം മണ്ണ് കൊണ്ടിട്ട് എവിടെന്നോ വെള്ളം അടിച്ചു കൊണ്ടുവന്ന് സ്തോത്രം ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റികൾക്കകത്ത് സ്പ്രിംഗ്ലിംഗ് നടത്തുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പും പ്രസരിപ്പും, എത്ര വെയിൽ ആകാശത്ത് കത്തി സൂര്യൻ കത്തി നിന്നാലും ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ മരങ്ങളും തലതാഴ്ത്തി ചൂട് കൊണ്ട് പൊള്ളിപ്പൊളിഞ്ഞു നിന്നാലും ഈ നനവുള്ള തോട്ടം, ഈ സ്തോത്രം ചാറൽ മഴ പെയ്തിറങ്ങുന്ന ആർട്ടിഫിഷ്യലാണെങ്കിലും ചെയ്യുന്ന അതിൻ്റെ പച്ചപ്പ് കാണണം. വഴിയോരത്തോടെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന പൂക്കളുടെ ഭംഗിയും തലയാട്ടിയുള്ള ആ വലിയ മനോഹാരിതയും കാണണം. എന്താ കാര്യം? എവിടെ നിന്നോ വെള്ളം തെറിച്ചു വീഴുന്നു. ഞാൻ ആത്മാവിൽ പറയട്ടെ, എത്ര കഠിനമായ ഒരു കാലഘട്ടം മറിച്ച് കടക്കാൻ നമ്മൾ
ഒരുങ്ങുകയാണ്. അടുത്ത നാളിലേക്ക് കയറുമ്പോൾ ദൈവിക സന്ദർശനത്തിനകത്തൊരു വലിയ നനവ്, ഒരു വലിയ കുളിർമ, വരൾച്ച വരാതിരിപ്പാൻ, ഉണങ്ങി തൂങ്ങി നിൽക്കാതിരിപ്പാൻ, വാടിക്കൊഴിഞ്ഞു പോകാതിരിപ്പാൻ, കരിഞ്ഞു മാറാതിരിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം അങ്ങയുടെ കുടുംബത്തിനകത്തുണ്ടാകട്ടെ. ബ്രദർ, സിസ്റ്റർ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ അടിവരയിട്ട് സൂക്ഷിക്കുക. ആത്മാവിൽ പറ, എൻ്റെ കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണം. ദൈവമേ, നല്ല വീട് തന്നു, 4 മുറി തന്നു, കർത്താവിൻ്റെ കൃപയാൽ വേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നു, എല്ലാം തന്നു. പക്ഷേ എൻ്റെ ഒരാഗ്രഹം, ഇതെല്ലാം തന്നിട്ട് അങ്ങ് മാറി നിൽക്കരുത്. എൻ്റെ വീടങ്ങ് സന്ദർശിക്കണം, എൻ്റെ കുടുംബം അങ്ങ് സന്ദർശിക്കണം. അങ്ങ് സന്ദർശിക്കുമ്പോൾ ഒരു വല്ലാത്ത കുളിര്, ഒരു വല്ലാത്ത നനവ്. ഹല്ലേലൂയ! ഞാൻ ആത്മാവിൽ കാണുന്നു. എന്നെ സന്ദർശിച്ചാൽ ഞാൻ വരണ്ടു പോകില്ല. എൻ്റെ വീട് സന്ദർശിച്ചാൽ ഉണങ്ങിപ്പോകില്ല. എവിടെയോ പോരായ്മയുണ്ടെങ്കിൽ, എവിടെയോ കുറവുണ്ടെങ്കിൽ, എവിടെയോ വരണ്ട് കിടക്കുന്നെങ്കിൽ, എവിടെയോ കട്ട പിടിച്ച് കിടക്കുന്നെങ്കിൽ അതിനെ നനച്ച് കുതിർക്കുന്ന ദൈവത്തിൻ്റെ സന്ദർശനം വേറെ ആര് വന്നാലും അതൊക്കത്തില്ല. നിൻ്റെ പപ്പയും മമ്മിയും വിളിച്ച് 3 മാസം താമസിപ്പിച്ചാലും സ്തോത്രം, കുറേ കുറ്റം കണ്ടുപിടിച്ച് കുറേ കഴിയുമ്പോഴേക്കൊക്കെ അതങ്ങ് പോകാനാ സാധ്യത. എന്നാൽ നിൻ്റെ ദൈവം നിൻ്റെ വീട് സന്ദർശിച്ചാൽ, നിൻ്റെ ദൈവം നിൻ്റെ മുറി സന്ദർശിച്ചാൽ, നിൻ്റെ ദൈവം നിൻ്റെ പുരയിടം സന്ദർശിച്ചാൽ, ഒരു നനവ്, ഒരു കുളിർവ്. ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ചിലരൊക്കെ നമ്മുടെ വീടൊക്കെ സന്ദർശിച്ചിട്ട് പോയാൽ കുറ്റവും കുറവും എല്ലാം പറയും. ഓ, തുണി വാരിയിട്ടങ്ങനെ കണ്ടാൽ മതി, പാത്രം എല്ലാം കൂടി അടുക്കളയിൽ കൂട്ടിയിട്ടിരിക്കുക, ഇതപ്പുറം എന്ന് പറയും. അതുകൊണ്ട് മിക്കവാറും പേരൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങളിവിടെ ഇല്ലെന്ന് പറയും. സ്തോത്രം, നല്ല സ്വഭാവമല്ല, എന്നാലും പറയുക. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്, പോരായ്മ കണ്ടുപിടിക്കാൻ വേണ്ടി. മനോഹരമായ വീട് പണിത്, ഞങ്ങളുടെ വീടിൻ്റെ ബീമും പില്ലറൊക്കെ ഇട്ട് പണിതിരിക്കുന്ന, അപ്പോൾ അന്ന് പണിതപ്പോൾ ഈ ബീമിനിടയിൽ കട്ട കയറ്റി വെച്ച് പണിത് തേച്ചപ്പോൾ ഒരു ചെറിയ പൊട്ടലുണ്ടായി. ബീമൊക്കെ വെച്ച് ബീമിട്ട് പണിത വീടിൻ്റെ ഇടയിൽ ചെറിയ പൊട്ടൽ, ചെറിയ നേരിയ ഒരു ഉറുമ്പ് പോകുന്ന പോലെ വര കാണും. ചില ആൾക്കാർ വീട്ടിൽ വരും, എന്തെല്ലാം നല്ല സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്നറിയാം. പറ്റുമെങ്കിൽ ഒരിക്കൽ നാട്ടിൽ വരുമ്പോൾ വരണം നിങ്ങൾ കേട്ടോ, വിദേശത്തോ സ്വദേശത്തോ എവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ കണ്ണിൽ അവിടെ ഇരിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ, അയ്യോ, മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ നാളുകൾ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു പാഴ്സലേജ് പണിയാൻ ഒത്തത്. എത്ര കാലത്തെ പ്രാർത്ഥനയും പരിശ്രമവും. അതിനകത്തൊരു ചെറിയ പൊട്ടൽ വീണു. പൊട്ടലെന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ഇടയിൽ ചിന്നൽ വീണു. ചിലർ വന്നാൽ ബാക്കി ഒന്നും കാണിയല്ല, ആ ചിന്നൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെ കണ്ണുള്ളവർക്കായി സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എത്രയോ നല്ല കാര്യങ്ങൾ. ആന പോലത്തെ തൂണ അവിടെ നിൽക്കുന്നുണ്ടോ? എന്ത് നല്ല തൂണ, ഇത്രയും വലിപ്പത്തിൽ പണിതല്ലോ. നല്ല ഞങ്ങളുടെ സ്തോത്രം, എനിക്ക് തോന്നുന്നു വലിയ എന്താ പറയുക, വലിയ തടിയേക്കാൾ വലിയ ബീം മുകളിൽ കൂടെ പോകുന്നുണ്ട്. അതൊന്നും കാണിയല്ല, ഒരു ചെറിയ പൊട്ടൽ. മനുഷ്യൻ്റെ പ്രശ്നമായത്. എൻ്റെ ദൈവം നിൻ്റെ വീട് സന്ദർശിച്ചാൽ, എൻ്റെ ദൈവം നിന്നെ സന്ദർശിച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ വന്ന ചെറിയ പൊട്ടലുകൾ, ചെറിയ വിള്ളലുകൾ, ചെറിയ വിടവുകൾ, അത് കണ്ടിട്ട് അതിലൂടെ ഈർക്കൽ കയറ്റി അത് വലിപ്പമാക്കി സ്തോത്രം, അത് വലിയ പെരുപ്പിച്ച് അപ്പുറം കൊണ്ട് കാണിക്കുന്നവനല്ല ദൈവം. നിൻ്റെ വീട് സന്ദർശിച്ചാൽ, നിൻ്റെ ഭൂമി സന്ദർശിച്ചാൽ, എൻ്റെ ദൈവം അതിനെ നനയ്ക്കുക മാത്രമല്ല, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ആരുടെയെങ്കിലും വീട്ടിലേക്ക് വരണമെങ്കിൽ കുറ്റം കണ്ടുപിടിച്ച് ശിക്ഷിച്ച് മൂലയിട്ട് ആടിച്ചൊതുക്കിയിട്ടിട്ട് പോകാനല്ല ദൈവം വരുന്നത്. എങ്ങനെയെങ്കിലും പുഷ്ടിയുള്ളതാക്കണം. നീ കഴിഞ്ഞ 2020 ഉണങ്ങി വരണ്ട് നിന്നെങ്കിൽ, കുറ്റിച്ചെടി പോലെ നിന്നെങ്കിൽ, എൻ്റെ ദൈവം സന്ദർശിക്കും. ഞാനത് 1000 പ്രാവശ്യം, ഞാനിപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴെല്ലാം എൻ്റെ വായിൽ ആ വാക്ക് തന്നെ പറയുക. ഞാനിത് പ്രസംഗിച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് പോകുമ്പോഴും വരുമ്പോഴൊക്കെ തിരിച്ചും മറിച്ചും കേൾക്കുക. അപ്പോഴെല്ലാം ആത്മാവിലും അന്യഭാഷയിലും പറയുക, എൻ്റെ ദൈവം എൻ്റെ ചർച്ച് സന്ദർശിക്കും. എൻ്റെ കർത്താവ് 2021 ഞങ്ങളെ സന്ദർശിക്കും. ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ പോരായ്മ, കുറവ്, കുറ്റം കണ്ടുപിടിച്ച്, ഞാൻ പറഞ്ഞതുപോലെ ചിന്നലും വിള്ളലും പോരായ്മയും കണ്ടുപിടിച്ച് അതിനെല്ലാം കണക്ക് തീർത്ത് ചോദിച്ച് കുറ്റം പറഞ്ഞിട്ട് പോകുന്നവനല്ല. എൻ്റെ ദൈവം സന്ദർശിച്ചാൽ വരണ്ടു പോകില്ല. സാത്താൻ, പിശാച്, അസൂയുള്ളവർ, സ്തോത്രം, നിൻ്റെ നന്മയിൽ അസൂയപ്പെടുന്നവർ, നിന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ, സ്തോത്രം, നിന്നിലുള്ള നന്മയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവർ, അവർ സന്ദർശിക്കും
സന്ദർശിച്ചാൽ ഉള്ളതോടെ ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ. അവർ നിൻ്റെ നല്ല കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ അതുങ്ങൾക്കന്ന് പനി പിടിക്കും. അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനങ്ങ് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. അതുങ്ങൾക്ക് അന്ന് കടപ്പായി പോകും. എന്നാൽ ദൈവം നിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചാൽ, പത്രോസിനോട് ചോദിക്കുക, പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന യേശു നേരെ അവൻ്റെ വീട് സന്ദർശിച്ചു. പനി പിടിച്ച് കിടക്കുന്ന തള്ളയെ ക്യാൻസറാണ്, ട്യൂമറാണ്, കൊറോണയാണെന്നും പറഞ്ഞുകൊണ്ട് ആസ്പത്രി കൊണ്ടാക്കിയിട്ട് പോലും അല്ല ചെയ്തത്. പനി പിടിച്ച് കിടക്കുന്ന തള്ളയെ, സ്തോത്രം ഹല്ലേലൂയ, ആ അമ്മയെ സന്ദർശിച്ചവൻ പുഷ്ടിയുള്ളതാക്കി മാറ്റി. നിൻ്റെ വീട്ടിൽ രോഗിയുണ്ടെങ്കിൽ, നിൻ്റെ വീട്ടിൽ മാനസിക പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ, നിൻ്റെ വീട്ടിൽ അസൂയയുടെ കണ്ണുള്ളവരുണ്ടെങ്കിൽ, നിൻ്റെ വീട്ടിൽ വരണ്ടവരുണ്ടെങ്കിൽ, നിന്നിലെ നന്മ കാണാൻ, നിന്നിലെ സൗന്ദര്യം കാണാൻ, നിൻ്റെ ഹൃദയം കാണാൻ, നിൻ്റെ മനസ്സ് കാണാൻ മനസ്സില്ലാത്തവർ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, കൂടപ്പുറപ്പേ, കൂട്ടു സഹോദരങ്ങളെ, സ്തോത്രം, എൻ്റെ ദൈവം സന്ദർശിച്ചാൽ ആ വരൾച്ച മാറും. ഹല്ലേലൂയ. ആ നിലവാരം മാറും. ചിലരും സാത്താൻ്റെ സന്നിവേശമുള്ളവർ സന്ദർശിച്ചാൽ ചിലപ്പോൾ ഉള്ള അസ്വസ്ഥത, അലങ്കോലം ഉണ്ടാവും. എൻ്റെ ദൈവം നിന്നെ സന്ദർശിച്ച്, ഞാൻ ആ വാക്യം സമയം തീർന്നുകൊണ്ട് ഇപ്പം നിർത്തുന്നു. നാളെ ഒരു ദിവസം കൂടെ 31-ാം തീയതി കൂടി ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ദൂത് തരാം. ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ കൊതിയേറിയ ദൂത് പറയുക, എൻ്റെ പൊന്നു മക്കളെ, ദൈവത്തിൻ്റെ ജനത്തെ സന്ദർശിക്കണം. നീ കരയരുത്, നീ നിലവിളിക്കരുത്. 2021 കരഞ്ഞ് കലങ്ങി അയ്യോ പത്തോ വിളിച്ചുകൊണ്ട് സ്വീകരിക്കരുത്. ഇന്നു മുതൽ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെക്കണം, എല്ലാ സങ്കടങ്ങളും മാറ്റിവെക്കണം. ദൈവം സന്ദർശിക്കും. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുടുംബത്തെ, അത് തന്നെ പറയും. 1000 വട്ടം പറയാമെങ്കിൽ പറയും. വണ്ടി ഓടിക്കുമ്പോൾ പറയും, ദൈവം സന്ദർശിക്കും. എൻ്റെ കർത്താവ് സന്ദർശിച്ചാൽ നനയും, വരണ്ടു പോകത്തില്ല, പുഷ്ടിയുള്ളതാക്കുന്നു. അത്യന്തം, ദ ഗ്രേറ്റ്, ശരിക്കും ഏറ്റവും ക്ലൈമാക്സ്, മാക്സിമം നിന്നെ കരുപിടിപ്പിക്കും. ഇതിന് ദൈവത്തിന് കഴിവുണ്ട്. സന്ദർശിക്കട്ടെ. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, അതിനെ അത്യന്തം പുഷ്ടിയുള്ളത് ആക്കുന്നു. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ. വേറെ ആര് സന്ദർശിച്ചാലും ശരിയാവില്ലപ്പാ. ഞങ്ങളുടെ വീടുകളെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഭൂമിയെ സന്ദർശിച്ച് നനച്ച് പുഷ്ടിയുള്ളതാക്കുന്ന ദൈവമേ, അങ്ങയുടെ സന്ദർശനം ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപ, അവിടുത്തെ അനുഗ്രഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ദൈവമക്കൾക്ക് കിട്ടണേ. മഹത്വം എടുക്കണേ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. അനുഗ്രഹിക്കട്ടെ ദൈവം. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.